അൽഹംദുലില്ലാഹ്. ഇസ്ലാഹി പ്രബോധന ചരിത്രത്തിൽ അതുല്യമായ അധ്യായം എഴുതിയ മുജാഹിദ് 10ാം സംസ്ഥാന സമ്മേളനത്തിന് തിരശ്ശീല വീണു. ഫെബ്രുവരി 4-ന് ഖുർആൻ സമ്പൂർണ്ണ പഠനവേദിയോടെ ആരംഭിച്ച ബൃഹത് സംഗമം 15 ദിവസങ്ങൾക്കിപ്പുറം ജനനിബിഡമായ സമാപന സമ്മേളനത്തോടെ അവസാനിച്ചു. വിശുദ്ധ ഖുർആനിന്റെ 30 ജുസുകളും അതിലെ പ്രധാന വിഷയങ്ങളും സംക്ഷിപ്തമാക്കി 11 ദിവസത്തിൽ അവതരിപ്പിച്ച ഖുർആൻ സമ്പൂർണ്ണ പഠനവേദിയുടെ സംഘാടനവും അവതരണവും ഒത്തിരി കൗതുകമുണർത്തി. ഫെബ്രുവരി 9 മുതൽ 16 വരെ നീണ്ടുനിന്ന ദി മെസ്സേജ് സയൻസ് എക്സിബിഷൻ വിവരണങ്ങൾക്കതീതമാണ്. പന്തലിനും സമയത്തിനും താങ്ങാവുന്നതിലപ്പുറമായിരുന്നു ജനപ്രവാഹം. എങ്കിലും പരമാവധി പേരിലേക്ക് സ്രഷ്ടാവിന്റെ സൃഷ്ടി വൈഭവം എത്തിക്കാൻ അർദ്ധരാത്രി പോലും വകവയ്ക്കാതെ 600-ലധികം MSMകാർ പ്രയത്നിച്ചു. കണ്ടവർക്കും കേട്ടവർക്കും പറയാനേറെയാണ് എക്സിബിഷനെ കുറിച്ച്. കണ്ണു നനഞ്ഞും മനസ്സ് നിറഞ്ഞുമാണ് 10,000-ങ്ങൾ പവലിയനിൽ നിന്ന് മടങ്ങിയത്. കിഡ്സ് ബോട്ടിലെ വിമാനത്തിലേക്ക് കയറുന്ന കുരുന്നുകളുടെ കണ്ണിലെ ആവേശം സംഘാടകരെക്കാൾ അധികമാണ്. കളിച്ചിരികൾക്ക് ശേഷം പുറത്തിറങ്ങുന്ന കുട്ടികളെ പ്രവാസികളെപ്പോലെ വരവേൽക്കുന്ന രക്ഷിതാക്കളും ഒട്ടും മുഷിയാതെ സമാപന സമ്മേളനം വരെ 9 ദിവസം തുടർച്ചയായി കിഡ്സ് ബോട്ടിനെ മനോഹരമാക്കി നിലനിർത്തിയ 400-ലധികം IGMകാരും ഈ സമ്മേളനത്തിന്റെ വിസ്മയങ്ങളാണ്. ബ്രദർ നാറ്റിന്റെ കാർഷിക മേളയിലും യുവതയുടെ ബുക്ക് സ്റ്റാൾജിയയിലും തിരക്കൊഴിഞ്ഞ നേരങ്ങളിലായിരുന്നു. കർഷകർക്കും വായനക്കാർക്കും വേണ്ടതെല്ലാം ഇവിടങ്ങളിലുണ്ട്. അവയെ സന്ദർശകർ പരമാവധി ഉപയോഗിക്കുകയും ചെയ്തു. ഇവയ്ക്കൊപ്പം ഫോക്കസ് ഇന്ത്യയുടെയും എബിലിറ്റിയുടെയും കെയർ ഹോമിന്റെയും എക്സ്പോകളും റേഡിയോ ഇസ്ലാം, മിയോ ഗ്ലോബൽ, CIER, പുടവ, ഷബാബ് തുടങ്ങിയവയുടെ സ്റ്റാളുകളും കാണുമ്പോൾ ചിലരുടെയെങ്കിലും നയനങ്ങൾ നിറയുന്നു, മുഖം വിടരുന്നു. നാഥ, ഈ ചെറിയ സംഘത്തെ കൊണ്ടാണല്ലോ ഇത്രയും സൽസംരംഭങ്ങൾ നീ പ്രവർത്തിപ്പിക്കുന്നത്. ഇവയെല്ലാം സമ്മേളനത്തിന്റെ ഒരു വാരം മുന്നേ വെളിച്ചനഗറിലേക്ക് ജനക്കൂട്ടത്തെ ഒഴുക്കിയിരുന്നു. നിങ്ങളുടെ സമ്മേളനം തുടങ്ങിയല്ലേ എന്നുപോലും ചിലർ ചോദിച്ചു. ഫെബ്രുവരി 15 മുതലുള്ള പ്രധാന സമ്മേളന ദിവസങ്ങൾ ഓരോന്നും അത്യാവേശം നിറഞ്ഞതായിരുന്നു. നമ്മുടെ സന്തോഷങ്ങൾക്കിടയിലും പീഡിതരായ ജനവിഭാഗങ്ങളോടുള്ള ഐക്യദാർഢ്യം സധൈര്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തുടക്കം. ഉദ്ഘാടകൻ പലസ്തീൻ പ്രതിനിധി ഡോക്ടർ അബ്ദുൾ റാസിഖ് അബുജസാറിന്റെ സാന്നിധ്യം ഇതൊക്കെ വലിയ സന്ദേശമാണ് മാലോകർക്ക് കൈമാറിയത്. CP ഉമർ സുല്ലമിയും ഡോക്ടർ EK അഹമ്മദ് കുട്ടിയും അബ്ദുൽ ഹമീദ് മദീനിയും P മുഹമ്മദ് കുട്ടശ്ശേരിയും അടക്കമുള്ള പണ്ഡിതർ 1ാം സമ്മേളനം മുതലുള്ള മുജാഹിദ് പൈതൃകത്തിന്റെ തുടർച്ചയെ അന്വർത്ഥമാക്കി. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കം കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിലെ അനേകം പ്രമുഖർ വിവിധ സമ്മേളനങ്ങളിലായി ഈ മഹൽ സംഗമത്തിന്റെ ഭാഗമായി. മൈത്രി സംഗമവും ഉമ്മത്ത് കോൺഫറൻസും പ്രമേയത്തെ അർത്ഥവത്താക്കി പങ്കുവച്ച ആശയം കൈരളിക്ക് മാതൃകയാണ്, ഏറെ പ്രതീക്ഷയും. വെളിച്ചം നഗറിന്റെ വെളിച്ചം സാങ്കേതിക തികവോടെ വ്യവസ്ഥാപിതമായി ഇവിടെ സന്നിഹിതരല്ലാത്ത അനേകരിലേക്ക് എത്തിച്ച 100ഓളം റീകാസ്റ്റ് ടീം അംഗങ്ങൾ പ്രബോധനത്തിന്റെ അനിവാര്യ കണ്ണികളാണ്. നിരന്തരം നഗരിയിൽ നിന്നുള്ള ചിത്രങ്ങളും ദൃശ്യങ്ങളും പുറം ലോകത്തെത്തുന്നത് വിശ്രമമില്ലാത്ത പ്രവർത്തന ഫലമായാണ്. നഗരിയിലെങ്ങും വ്യാപിച്ചു കിടക്കുന്ന യൂണിറ്റി യൂണിഫോം പകരുന്ന ആവേശം ചെറുതല്ല. മാസങ്ങൾക്ക് മുന്നേ ദൈവത്തിന്റെ നാമത്തിൽ ബൈഅത്ത് ചെയ്ത ആയിരക്കണക്കിന് വോളണ്ടിയർമാർ, വ്യവസ്ഥാപിതമായി ഈ സംഘത്തെ നയിക്കുന്ന നേതാക്കൾ, രാത്രിയും പകലുമില്ല, വെയിലും തണുപ്പുമില്ല, എവിടെയും എന്ത് സേവനവും ദൈവിക മാർഗത്തിൽ നിർവഹിക്കുന്ന അവന്റെ നിഷ്കളങ്ക അടിമകൾ. സമ്മേളനത്തിന്റെ മനോഹാരിതയെ പൂർണ്ണമായി ആസ്വദിക്കാൻ പോലും നിൽക്കാതെ ട്രാഫിക്കിലും ഭക്ഷണപുരയിലും അടക്കം പ്രവർത്തിക്കുന്ന അനേകം വോളണ്ടിയർമാർ. ഇസ്ലാഹി പ്രസ്ഥാനത്തെ ചലിപ്പിക്കുന്നത് ഇവരല്ലാതെ മറ്റാരാണ്? ഒത്തിരി തിരക്കുള്ള എയർപോർട്ടിലേക്കുള്ള വഴിയും 10,000-കണക്കിന് അംഗങ്ങൾ പങ്കെടുത്ത നഗരിയും ഒരു നേരം പോലും പരിധി കവിഞ്ഞ തിരക്കിലും പ്രയാസപ്പെട്ടില്ല. അത്രത്തോളം വ്യവസ്ഥാപിതവും ശാസ്ത്രീയവുമായിരുന്നു സംഘാടനവും ഒരുക്കങ്ങളും. 17 പാർക്കിംഗ് ഗ്രൗണ്ടുകളും വ്യക്തമായ നിർദ്ദേശകരും റോഡിനെ ആയാസത്തിലാക്കി. എങ്കിൽ 6 വേദികളും അനേകം എക്സ്പോകളും 100-ലധികം സ്റ്റാളുകളും ജനക്കൂട്ടത്തെ മനോഹരമായി വെളിച്ചം നഗറിൽ വികേന്ദ്രീകരിച്ചു. നാഥ, ഈ യാത്രക്കിടയിൽ അനേകം തീരുമാനങ്ങൾ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങളുടെ പേരിൽ വിമർശനങ്ങളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്കറിയാമായിരുന്നു മികച്ചത് നീ നിന്റെ സംഘത്തിനായി കാത്തുവച്ചിട്ടുണ്ട് എന്ന്. നീ കണ്ട നന്മ മുൻകൂട്ടി കാണാൻ ഞങ്ങൾക്കാവില്ലല്ലോ. ഉള്ളത് ശുഭപ്രതീക്ഷയും പ്രാർത്ഥനയും മാത്രമാണ്. നിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിച്ചാൽ നീ നിരാശപ്പെടുത്തില്ല. നിന്റെ വാഗ്ദാനം നീ നിറവേറ്റിയിരിക്കുന്നു. ഞങ്ങൾ സന്തുഷ്ടരാണ്. മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾക്കും ആയിരക്കണക്കിന് പ്രവർത്തകരുടെ പ്രയത്നങ്ങൾക്കും
സാമ്പത്തികമടക്കമുള്ള പല സഹകരണങ്ങൾക്കും നീ അർഹിക്കുന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥന മാത്രം ബാക്കി.